പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ലോകം അങ്ങയുടെ മുൻപിൽ ത്രാസിലെ തരി പോലെയും പ്രഭാതത്തിൽ ഉതിർന്നു വീഴുന്ന ഹിമകണം പോലെയുമാണ്. എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു. അവിടുത്തേക്ക് എന്തും സാധ്യമാണല്ലോ. മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിന് അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു. എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും നിയന്താവുമായ കർത്താവിന് തൻ്റെ സൃഷ്ടികളായ എല്ലാവരോടും എല്ലായ്പ്പോഴും തോന്നുന്ന ഒരു മനോഭാവമാണ് കരുണ. കർത്താവിൻ്റെ കരുണയുടെ ആകൃതി എന്താണെന്ന് ചോദിച്ചാൽ അതിനുത്തരമായി നമ്മളെ തന്നെ നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടി വരും. എല്ലാവരും പശ്ചാത്തപിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങളെ അവഗണിക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന കർത്താവ് ഇന്ന് ഇതാ ദിവ്യകാരുണ്യത്തിൽ വസിക്കുന്നുണ്ട്. അവിടുത്തേക്ക് എല്ലാം സാധ്യമാണെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ മുമ്പിൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായി കൊടുക്കാം. സാമ്പത്തിക ഞെരുക്കങ്ങളും രോഗപീഠകളും, നമ്മൾ മനസ്സിൽ പേറുന്ന എല്ലാ ഭാരങ്ങളും, പാതി വഴിയിൽ നമ്മൾ അവസാനിപ്പിച്ച എല്ലാ പരിശ്രമങ്ങളെയും സ്വപ്നങ്ങളെയും ഈശോയ്ക്ക് നമുക്കിപ്പോൾ കൈമാറാം. കാരണം അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ളത് ഇത്രമാത്രം: വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.